ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു സ്കൂളാണ്. ഈ സ്കൂളിലാണ് നമ്മുടെ നായികയായ യങ് പഠിക്കുന്നത്. എങ്ങനെ ബുള്ളി ചെയ്യാനായി അവളുടെ സ്കൂളിലെ ചില കുരുത്തം കെട്ട ആമ്പിള്ളാരെ ശ്രമിക്കുന്ന സമയം അവള് ഒട്ടും പേടിക്കാതെ മടിക്കാതെ അവന്മാർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നു. എന്തായാലും സ്കൂളിൽ അടി ഉണ്ടാക്കിയതിന്റെ പേരിൽ അവളെ ഡിസ്മിസ് ചെയ്യുന്നു. തുടർന്ന് എങ്ങനെയും കൊണ്ട് അച്ഛൻ പുതിയൊരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനായി പോകുന്നു. ടീച്ചർ അവളോട് സംസാരിക്കുകയാണ്, ഞങ്ങളുടെ സ്കൂള് വളരെ സ്ട്രിക്റ്റ് ആണ്, ഇവിടെ അടിയും പിടിയും ഒന്നും പറ്റത്തില്ല. ദേ വളരെ റീസെന്റ് ആയി അടി ഉണ്ടാക്കിയ ഒരു ചെറുക്കനെ സസ്പെൻഡ് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് ഇരിക്കണമെന്ന്. അച്ഛനും ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ എന്നെല്ലാം യങ്ങിനോട് ചോദിക്കുമ്പോൾ യങ് കേട്ടു എന്ന മട്ടിലിരിക്കുന്നു. അങ്ങനെ ഈ സ്കൂളിൽ നിന്ന് പോകുന്ന സമയം അച്ഛൻ എനിക്ക് കുറച്ച് എമർജൻസി ഉണ്ട്, നീ വീട്ടിലേക്ക് തനിയെ പോകുന്നു പറഞ്ഞ് അവളെ തനിയെ വീട്ടിലേക്ക് വിടുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് യങ് ആ കാഴ്ച കാണുന്നത്. ഒരു പയ്യനെ 4 പേര് റോഡിലിട്ട് ഉപദ്രവിക്കുകയാണ്. ആ കൂട്ടത്തിൽ 2 ആൺപിള്ളാരും 2 പെൺപിള്ളാരുമുണ്ട്. അവള് ആദ്യം ഇത് കണ്ട് ഇടപെടാതെ അത് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇപ്പോഴല്ലേ അച്ഛനും ടീച്ചറും വഴക്കൊന്നും ഉണ്ടാക്കാതെ സ്വന്തം കാര്യം നോക്കണമെന്ന് ഉപദേശം നൽകിയത്. ആ ഉപദേശത്തിന്റെ ചൂടാറും മുന്നേ അടിയിൽ ഇറങ്ങണ്ടെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇവളിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കാണുന്ന ആ റൗഡി പിള്ളേർ ഇവളോട് ഫോൺ കൊടുക്കാനായി ആവശ്യപ്പെടുന്നു. ഇവള് ഫോൺ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവര് ബലമായി ഫോൺ പിടിച്ചു വാങ്ങാനും ഇവളെ ഉപദ്രവിക്കാനും ശ്രമിക്കുമ്പോൾ ഇവള് തെല്ല് മടിക്കാതെ ആണെന്നോ പെണ്ണെന്നോ നോക്കാതെ 4 എണ്ണത്തിനിട്ടും കണക്കിന് കൊടുക്കുന്നു. എന്തായാലും ഇവള് കൃത്യസമയത്ത് ഈ ഇഷ്യൂവിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ആ ഒരു അടി കൊണ്ടുകൊണ്ടിരുന്ന പയ്യൻ രക്ഷപ്പെട്ടു. അവൻ വളരെ നന്ദിയോടെ അവളെ നോക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് പുതുതായി അഡ്മിഷൻ എടുത്ത സ്കൂളിലേക്ക് പഠിക്കാനായി ഫസ്റ്റ് ഡേ യങ് ചെല്ലുന്നത്. യങ് ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് ഇവള് കഴിഞ്ഞ ആഴ്ച അടിച്ച ആ പിള്ളേരും കൂടാതെ ഇവള് രക്ഷിച്ച ആ പയ്യനും ഇവള് പഠിക്കാൻ പോകുന്ന ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നതെന്ന കാര്യം അറിയുന്നത്. എങ്ങനെ കണ്ടപാടെ അവളുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ അവന്മാര് അവളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയെന്ന് മറ്റുള്ളവർ അറിയുന്നത് അവന്മാർക്ക് നാണക്കേട്. യങ് രക്ഷിച്ച പയ്യൻ അവളോട് സംസാരിക്കാനായി ഒരു അവസരം നോക്കിയിരുന്നു. അങ്ങനെ ക്ലാസ് കഴിയുന്ന സമയം അവൻ അവളോട് ചെന്ന് രക്ഷിച്ചതിന് നന്ദി പറയുമ്പോൾ അവള് നന്ദിയൊന്നും വേണ്ട, പക്ഷെ ആ പേരും പറഞ്ഞ് ഇനിയും എന്നോട് മിണ്ടാൻ ശ്രമിക്കരുത്, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാണ് നല്ലതെന്ന് അവന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഈ പയ്യന്റെ പേര് ജോങ്കു എന്നാണ്. അവൻ വളരെ ഇന്നസെന്റ് ആയ ഒരു മര്യാദരാമനാണ്. ഈ പ്രായത്തിൽ മറ്റു കുട്ടികൾ കാണിക്കുന്ന പോലത്തെ തല്ലിപ്പൊളിത്തരമൊന്നും അവന്റെ കയ്യിലില്ല. ജോങ്സുവിന് അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി. അമ്മ ഒരു ചെറിയ റെസ്റ്റോറന്റ് നടത്തിയാണ് ജോങ്സുവിനെ വളർത്തുന്നത്. ഒരിക്കൽ ജോങ്സു ക്ലാസ് കഴിഞ്ഞ് അമ്മയുടെ കൂടെ റെസ്റ്റോറന്റിൽ നിൽക്കുന്ന സമയം 2 കുടിയന്മാര് അവിടേക്ക് എത്തി വയറ് നിറച്ച് മൂക്കുമൊട്ട ഭക്ഷണം കഴിച്ച് അതിന്റെ ബില്ല് സെറ്റിൽ ചെയ്യാതെ പോകാനൊരുങ്ങുന്നു. അത് ഇവന്റെ അമ്മ ചോദ്യം ചെയ്യുന്ന സമയം അമ്മയെ അവരടിച്ചിടുന്നു. ഇത് കണ്ട് ജോങ്സു അവരെ തടയാൻ വരുമ്പോൾ അവനിട്ടും കണക്കിന് കിട്ടുന്നു. ഇവനൊരു അയ്യോഭാവമായതുകൊണ്ട് തന്നെ ഇവന് നല്ല രീതിയിൽ ആ സമയത്ത് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം യങ് സ്കൂളിൽ നിൽക്കുന്ന സമയം ഒരു സീനിയർ പെണ്ണും കൂടാതെ യങ്ങിന്റെ കയ്യിൽ നിന്ന് മുന്നേ അടി വാങ്ങിയ ആ 2 പെൺപിള്ളാരും വരുന്നു. അന്ന് യങ് റെക്കോർഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാനായി യങ്ങിന്റെ ഫോൺ ചോദിച്ച് അവളെ ഇവളുമാര് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യങ് മുന്നത്തെ പോലെ തന്നെ അവളുടെ ഫൈറ്റിംഗ് സ്കിൽ അങ്ങ് കാണിക്കുന്നു. സീനിയറിനെ അവള് അടിച്ച് നിലത്തേക്കിടുന്നു. ഈ ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്ന ജോങ്സുവും മറ്റുള്ള വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജോങ്കുവിന് യങ്ങിന്റെ ഈ ഒരു കഴിവ് കണ്ട് വല്ലാത്ത ആരാധന അവളോട് തോന്നുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് അവൾ പോകാനായി ഇറങ്ങുമ്പോൾ ജോങ് യങ്ങിന്റെ അടുത്ത് ചെന്ന് അച്ഛന്റെ മരണശേഷം താനും അമ്മയും ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും തനിക്ക് വേണ്ടത്ര ധൈര്യമില്ലാത്തത് കൊണ്ട് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അമ്മയ്ക്ക് സംരക്ഷണം നൽകാൻ തനിക്ക് ആവുന്നില്ലെന്നും അതുകൊണ്ട് എങ്ങനെ പോലെ കുറച്ച് അടിത്തടവുകൾ പഠിപ്പിക്കണമെന്നും ജോങ് ആവശ്യപ്പെടുന്ന സമയം യങ് ശരിയെന്ന് പറഞ്ഞ് നേരെ അവളുടെ അച്ഛന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാരണം യങ്ങിന്റെ അച്ഛനായ ഡോങ് ഒരു കരാട്ടെ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് പുതിയൊരു ശിഷ്യനായി ജോങ്ങിനെ ഏൽപ്പിച്ച ശേഷം യങ് അച്ഛനോട് കമ്മീഷൻ ചോദിക്കുന്നു. എന്തായാലും അച്ഛന് പുതിയൊരു സ്റ്റുഡന്റിനെ കിട്ടിയ സ്ഥിതിക്ക് അവന്റെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങുമല്ലോ, അപ്പോൾ എന്റെ കമ്മീഷൻ ഇങ്ങ് താന്നും പറഞ്ഞ് ബലമായി കാശ് വാങ്ങിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. തുടർന്ന് യങ്ങിന്റെ അച്ഛൻ ജോങ്ങിനെ ഫൈറ്റിംഗ് ഒക്കെ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം തുടങ്ങുന്നത് സ്കിപ്പിംഗ് പഠിപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് യങ് പഠിക്കുന്ന സ്കൂളിലെ ഹേസു എന്ന ആ സ്കൂൾ യൂണിയന്റെ നേതാവിനെയാണ്. പ്രിൻസിപ്പലിനൊക്കെ ഇവനെ വലിയ കാര്യമാണ്. ഇവൻ കാരണമാണ് ഈ ഒരു സ്കൂളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും സ്റ്റുഡൻസിനിടയിൽ ഉണ്ടാവാത്തത് എന്നെല്ലാം പ്രിൻസിപ്പൽ അവനെ പ്രശംസിക്കുന്നു. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഈ സ്കൂളിലെ ഏറ്റവും വില്ലൻ ചെറുക്കൻ ഇവനാണ്. ഇവന്റെ വലം കൈയാണ് നേരത്തെ യങ് അടിച്ച ആ സീനിയർ പെണ്ണും. അവള് യങ്ങിനെതിരെ ഇവനോട് കംപ്ലൈന്റ് പറയുന്നു. എങ്ങനെയും അവൾക്കിട്ട് മുട്ടൻ പണി കൊടുക്കണമെന്നാണ് ഈ സീനിയർ പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. പാവം ഗോങ് അങ്ങനെ ശീലമില്ലാതെ എക്സസൈസും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരീരമാസകലം നല്ല വേദനയുണ്ട്. അവൻ അന്ന് ഞൊണ്ടി നടന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം യങ് ക്ലാസ്സിലുള്ള സമയം യങ് അന്നടിച്ച ആ 2 ക്ലാസ്മേറ്റ്സും കൂടി അവളുടെ അടുത്തേക്ക് വന്ന് സ്റ്റുഡൻസ് യൂണിയന്റെ
യൂണിയന്റെ ലീഡറിന് എങ്ങനെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ഈ സ്റ്റുഡൻസ് യൂണിയന്റെ ലീഡറിന് വേണ്ടി ഒരു പ്രത്യേക റൂമുണ്ട്. ആ റൂമിൽ ചെന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് ഇവരങ്ങ് പോവാണ്. യങ് ചിലപ്പോൾ താൻ ഒരു ന്യൂ കമർ ആയതുകൊണ്ട് പരിചയപ്പെടാൻ വിളിക്കുന്നതായിരിക്കുമെന്ന് കരുതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ സീനിയറും കൂടി അവിടെ നിൽക്കുന്നത് കാണുമ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലാവുന്നത്. സീനിയർ ഇവളോട് വീണ്ടും കണ്ടപാടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ യങ് വളരെ കൂളായി തന്നെ, ദേ നോക്ക്, ഇപ്പോഴും ഞാനല്ല വിഷയം ഉണ്ടാക്കിയത്, അന്നും ഞാനല്ല വിഷയം ഉണ്ടാക്കിയത്, നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് വെറുതെ എന്നോട് എന്റെ ഫോൺ ചോദിച്ച് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ചുമ്മാതിരിക്കില്ല എന്ന് പറഞ്ഞു യങ് അവളുടെ ഭാഗം ക്ലിയർ ആക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് സീനിയറിന്റെ കൂടെ ഹേസുവും ജിൻ എന്ന ഇവരുടെ മറ്റൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ജിന്ന് ശരി ശരി ഇനി വീണ്ടും വിഷയമൊന്നും ഉണ്ടാക്കണ്ട, ഒരു സോറി പറഞ്ഞിട്ട് അങ്ങ് പോയേക്കെന്ന് യങ്ങിനോട് പറയുമ്പോൾ യങ് ശരി സോറി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂളായി ഇറങ്ങിപ്പോകുന്നു. പക്ഷെ ഇങ്ങനെ സോറി പറഞ്ഞ് എങ്ങനെ വെറുതെ വിട്ടത് ആ സീനിയറിനും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഹേസുവിനും ഇഷ്ടപ്പെട്ടില്ല. ഇനി ഒരു അവസരം വരുമ്പോൾ അവളെ നമുക്ക് ശരിക്കിട്ട് കൊടയാമെന്ന് ഹേസു സീനിയറിനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അന്ന് ക്ലാസ് കഴിഞ്ഞ് കരാട്ടെ പഠിക്കാനായി യങ്ങിന്റെ അച്ഛന്റെ കരാട്ടെ ക്ലാസ്സിലേക്ക് ജോങ് ചെല്ലുന്നു. അവൻ അവിടെ ഇരുന്ന് യങ്ങിന്റെ കൂടെ ഫുഡ് കഴിക്കുന്ന സമയം എന്തുകൊണ്ടാണ് യങ് ക്ലാസ്സിലും സ്കൂളിലും ഒന്നും ആരോടും മിണ്ടാത്തത്, മിങ്കിൾ ചെയ്യാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യങ് പറയുന്ന മറുപടി അവൾക്ക് ആരുമായും ക്ലോസ് ആവാൻ ഇഷ്ടമല്ല. അവൾ ക്ലോസ് ആയിട്ടുള്ളവരെല്ലാം അവളെ വിട്ടിട്ട് പോകും എന്നൊരു പേടിയാണ് അവളുടെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ വെറുതെ ക്ലോസ് ആയി വിഷമിക്കുന്നതിലും നല്ലത് ക്ലോസ് ആവാതെ കൂളായി ഇരിക്കുന്നതാണെന്ന്. ഇത് കേൾക്കുന്ന ജോങ് അവൻ നേരെ തിരിച്ചാണെന്ന് പറയുന്നു. അവൻ ഒരുപാട് പേരോട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ആളുകൾ അവന്റെ അടുത്തേക്ക് വരുന്നത് കളിയാക്കാനും ബുള്ളി ചെയ്യാനും മാത്രമാണ്. അവനെ ആരും കാര്യമായി അടുപ്പിക്കാറില്ല, അവനെ പരിഗണിക്കാറില്ല എന്നെല്ലാം അവനെ ഒറ്റപ്പെടുത്തുന്നതിനെ പറ്റി അവൻ സങ്കടം പറയുന്ന കേൾക്കുന്ന യങ്ങിന്റെ ഉള്ളിൽ അവനോടൊരു സിമ്പതിയും സ്നേഹവും ഒക്കെ തോന്നുന്നു. അവൾ അതിനുശേഷം അവനെ പണ്ടത്തേനേക്കാൾ കൂടുതലായി പരിഗണിക്കാനും കാര്യമായി സംസാരിക്കാനും തുടങ്ങുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റുഡൻസ് യൂണിയന്റെ നേതാവായ ഹേസു, ആ സീനിയർ പെൺകുട്ടി, അവരുടെ സുഹൃത്തായ ജിന്ന്, കൂടാതെ മറ്റു ചില പയ്യന്മാരും കൂടി ഇരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുന്നതാണ്. ആ സമയം ഇവർക്കിടയിൽ ഒരു ത്രികോണ പ്രണയകഥ പുരോഗമിക്കുന്നത് നമുക്ക് കാണാം. ഹേസുവിന് സീനിയറിനെ ഇഷ്ടമാണ്. ആ സീനിയറിന്റെ പേര് ലീ എന്നാണ്. ഈ ലീക്കാണെങ്കിൽ ജിന്നിനെയാണ് ഇഷ്ടം. ഹേസു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വില്ലനാണ്. അവന്റെ സ്വഭാവം തീരെ ശരിയല്ല. പക്ഷേ ജിൻ അങ്ങനെയല്ല. ജിൻ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഹേസുവിന്റെ കൂടെ നടക്കുന്നതേ ഉള്ളൂ. അവൻ കാണിക്കുന്ന ഈ വില്ലത്തരമൊന്നും ജിന്നിന് താല്പര്യമില്ല. ജിൻ പലപ്പോഴും ഹേസുവിനെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ സാധിക്കാറില്ല. പിന്നീട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് യങ് അവളുടെ അച്ഛൻ ഡ്രിങ്ക്സ് അടിക്കുന്നത് കാണുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. യങ്ങിന്റെ അച്ഛൻ ഈ കരാട്ടെ ക്ലാസ് നടത്തുന്നത് കൊണ്ട് തന്നെ വലിയ വരുമാനമോ സമ്പാദ്യമോ ഒന്നും അദ്ദേഹത്തിന് പണ്ട് തൊട്ടേ ഇല്ല. ആ കാര്യം പറഞ്ഞ് യങ്ങിന്റെ അമ്മ നിരന്തരം അച്ഛനോട് വഴക്കുണ്ടാക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞാൽ ജീവിത സൗകര്യങ്ങളൊന്നും കിട്ടില്ല എന്നും അതുകൊണ്ട് താൻ പോവുകയാണെന്നും ഒരിക്കൽ യങ്ങിന്റെ അമ്മ പറഞ്ഞപ്പോൾ യങ് അമ്മയുടെ കൂടെ പോവാതെ അച്ഛന്റെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചതായിരുന്നു. അവൾ അതിനുശേഷം അച്ഛന്റെ കൂടെ തന്നെയായിരുന്നു. അച്ഛനിൽ നിന്നാണ് അവൾ ഈ കരാട്ടയും പഠിച്ചത്. അച്ഛൻ അവളെ അന്നും ഇന്നും പൊന്നുപോലെ നോക്കുന്നു. പിന്നീട് നമ്മൾ ഹേസു ആ സീനിയർ പെണ്ണിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായി യങ്ങുമായി ഇപ്പോൾ നല്ല കൂട്ടായിരിക്കുന്ന ജോങ്ങിനെ അടിക്കാനായി മുന്നേ അവൻ ഉപദ്രവിച്ച ആ 2 ക്ലാസ്മേറ്റ്സിനെ തന്നെ ഏർപ്പാടാക്കുന്നതാണ്. അങ്ങനെ ആ ക്ലാസ്മേറ്റ്സ് ജോങ്ങിനെ റോഡിൽ തടഞ്ഞു നിർത്തി അടിക്കുന്ന സമയം ആ വഴി പോയ ജിന്ന് ഇത് തടയാണ്. ജിന്നും ഹേസുവിന്റെ ആളാണെങ്കിലും ഹേസുവിന്റെ ഈ പ്രവൃത്തികൾ ജിന്നിന് ഇഷ്ടമല്ല. ഈ സമയം ഇവിടേക്ക് ഇവരുടെ തന്നെ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥി വരുന്നു. അവന്റെ പേര് കങ് എന്നാണ്. ഓർമ്മയുണ്ടോ ടീച്ചർ അഡ്മിഷനായി യങ്ങും അച്ഛനും വന്ന സമയത്ത് അടിയുണ്ടാക്കിയതിന്റെ പേരിൽ ഒരു പയ്യനെ സസ്പെൻഡ് ചെയ്ത കാര്യം പറഞ്ഞത്? ആ പയ്യൻ ഇവനാണ്. കങ് സസ്പെൻഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയതാണ്. കങ്ങും ഹേസുവിനെ പോലെ തന്നെ ഒരു തല്ലിപ്പൊളിയാണ്. കങ് അടി തടയാൻ ശ്രമിച്ച ജിന്നിനെ അടിക്കുന്നു. ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് യങ് വരുന്നു. യങ്ങിനെ പറ്റി മുന്നേ തന്നെ കൂട്ടുകാരിൽ നിന്ന് കേട്ടറിഞ്ഞ് കങ് അവളെ ഒന്ന് അടിക്കാനും അതുമൂലം കൂട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനും തീരുമാനിക്കുന്നു. പക്ഷെ പുലിക്കുട്ടിയായ യങ് അവന്റെ ശരീരത്തിന്റെ ഓരോ ഇഞ്ചും അടിച്ചു നുറുക്കുന്നു. തുടർന്ന് അവനെ ആ 2 ക്ലാസ്മേറ്റ്സും കൂടി അവിടെ നിന്ന് തൂത്തുവാരി എടുത്താണ് കൊണ്ടുപോയത്. ഈ സമയം യങ്ങിന്റെ ഈ അടിയും തടവും കാണുന്ന ജിൻ വളരെയധികം ഇംപ്രസ്ഡ് ആവുന്നു. അവൻ അവളുടെ അച്ഛൻ നടത്തുന്ന കരാട്ടെ ക്ലാസിനെ പറ്റി അറിഞ്ഞ് ആ ക്ലാസ്സിൽ ചേരാൻ തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ കരാട്ടെ പഠിക്കാൻ മാത്രമായല്ല ജിൻ ക്ലാസ്സിന് ചേരാൻ തീരുമാനിച്ചത്. യങ്ങിനോട് അവൻ ആ ഒരു കൂടിക്കാഴ്ചയിൽ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കരാട്ടെ ക്ലാസ്സിലേക്ക് ജിൻ പുതുതായി വന്നു ചേർന്നത് അറിയുന്ന യങ്, നീ ആ ഹേസുവിന്റെയും സീനിയറിന്റെയും ഒക്കെ ഗ്യാങ് അല്ലേ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യമെന്ന് അവൾ ചോദിക്കുന്ന സമയം ഇവൻ അവളെ കാണാനാണെന്ന സത്യം മറച്ചുവെച്ച് കരാട്ടെ പഠിക്കാനാണെന്ന് വളരെ നിഷ്കളങ്കമായി പറയുന്നു. ഇത് കേൾക്കുന്ന യങ് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. അടുത്ത ദിവസം സ്കൂളിൽ യങ് നിൽക്കുന്ന സമയം സീനിയർ പെണ്ണ് യങ്ങിന്റെ അടുത്തെത്തി വീണ്ടും അവളോട് 1-2 പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്താ സീനിയേഴ്സിനെ കണ്ടാൽ ബഹുമാനിക്കാൻ അറിയില്ലേ എന്ന് ഈ സീനിയർ ചോദിക്കുന്ന സമയം യങ് അത് മൈൻഡ് ചെയ്യാൻ നിൽക്കാണ്. അവിടേക്ക് ഇവരുടെ സംഭാഷണം കേട്ടോണ്ടെത്തുന്ന ജിൻ യങ്ങിനെ പറഞ്ഞു വിടുന്നു. ഇത് സീനിയർ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നാമത് സീനിയറിന് ജിന്നിനോട് പ്രണയമാണല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ ശത്രുവിനെ തന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു വിട്ടതിനെ പറ്റി സീനിയർ ജിന്നിനോട് തട്ടിക്കയറുന്നു. നീ ഈ അടുത്തായിട്ട് ആ യങ്
എങ്ങനെ നോക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്താ, എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തിനെ പറ്റി നിനക്കറിയില്ലേ എന്ന് സീനിയർ ചോദിക്കുന്ന സമയം ജിൻ ഒരിക്കലും അവന് സീനിയറിനോട് പ്രണയമില്ലെന്നും ജസ്റ്റ് ഫ്രണ്ടായി മാത്രമേ പണ്ടും ഇന്നും കരുതുന്നുള്ളൂ എന്നും പറയുന്നു. ഇത് കേൾക്കുന്ന സീനിയറിന് വല്ലാത്ത ദേഷ്യം. പിന്നീട് നമ്മൾ കാണുന്നത് ഹേസുവിന്റെ നേതൃത്വത്തിൽ ആ സ്കൂളിലെ റൗഡി പിള്ളേര് മറ്റു പിള്ളേരെ ഉപദ്രവിച്ച് അവരുടെ കയ്യിൽ നിന്ന് ബലമായി പൈസ പിരിക്കുന്നതാണ്. ഇതിന്റെ ഇടയിൽ പൈസ കൊടുക്കാൻ മടിച്ച ജോങ്ങിനും കണക്കിന് അടി കിട്ടുന്നു. ജോങ് അന്ന് അടി വാങ്ങി കരാട്ട ക്ലാസ്സിന് ചെല്ലുമ്പോൾ യങ്ങിന്റെ അച്ഛൻ അവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവന് കുറച്ചുകൂടെ നന്നായി അടിയെ പ്രതിരോധിക്കാനായിട്ടുള്ള ചില ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അന്നത്തെ കരാട്ട ക്ലാസ് മിസ്സാക്കാതെ ജിന്നും വന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് സ്കൂളിൽ ഇവർക്ക് എക്സാംസ് നടക്കുന്നു. എക്സാം കഴിഞ്ഞ ആ ദിവസം യങ്ങിന്റെ അച്ഛന് വീട് വിട്ട് മാറി നിൽക്കേണ്ട ഒരാവശ്യം വരുന്നു. ഇപ്പോൾ തന്റെ ശിഷ്യരിൽ ജോങ്ങിനെയും ജിന്നിനെയും നല്ല വിശ്വാസമുള്ള യങ്ങിന്റെ അച്ഛൻ തന്റെ മകളെ നോക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് യാത്രയ്ക്ക് പോകുന്നത്. അങ്ങനെ ഇവർ 3 പേരും എക്സാംസ് തീർന്ന് ഇപ്പൊ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ സമയം ഒന്നിച്ച് ചെലവഴിക്കുന്നു. വെളിയിൽ കറങ്ങാൻ പോകുന്നു, ഗെയിംസ് കളിക്കുന്നു. ജോങ് അവന്റെ അമ്മ നടത്തുന്ന റെസ്റ്റോറന്റിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. നല്ല ഭക്ഷണം കൊടുക്കുന്നു. ജോങ്ങിന്റെ അമ്മയ്ക്കും മകന്റെ കൂട്ടുകാരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ജിൻ താനൊരു സീനിയർ ആണെന്ന കാര്യം പോലും മറന്ന് ഇവരുമായി നന്നായി കമ്പനി അടിക്കുന്നു. ഈ ഒരു റെസ്റ്റോറന്റിന്റെ ഒരു ഭാഗത്ത് തന്നെയാണ് ജോങ്ങും അമ്മയും താമസിക്കുന്നത്. അതുകൊണ്ട് ജോങ് അവിടെ നിന്ന ശേഷം ജിന്നാണ് എങ്ങനെ വീട്ടിൽ വിടാനായി പോകുന്ന വഴി അവളോട് അവൻ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. ഞാൻ പണ്ട് ബോക്സിംഗ് പഠിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ ബോക്സിംഗിൽ പേരും എടുത്തതാണ്. പക്ഷേ എന്റെ കോച്ച് വളരെ ദുഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ വരുന്ന സമയം ശിഷ്യനായ എന്നെ ഉപദ്രവിച്ചാണ് അതിലെല്ലാം റിലീഫ് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഒരു തെറ്റും ചെയ്യാതെ ദിവസവും ഇങ്ങനെ അടി വാങ്ങിക്കൊണ്ടിരുന്ന എന്റെ മനസ്സ് പതിയെ ചേഞ്ച് ആവാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഹേസുവും കൂട്ടരുമായി കൂട്ടുകൂടാനും തുടങ്ങിയത്. പക്ഷെ അവരുമായി കൂട്ടുകൂടി അധികം വൈകാതെ തന്നെ എനിക്ക് ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു കടക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവര് ചെയ്യുന്ന തെറ്റുകളിലൊന്നും തനിക്ക് പങ്കില്ലെന്നും പറ്റുന്ന രീതിയിൽ അവരെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പൂർണ്ണമായി ഉപേക്ഷിക്കും ും ജിൻ യങ്ങിനോട് പറയുന്നു. എന്തായാലും പിന്നീട് സ്കൂളിൽ വെച്ച് കാണുമ്പോൾ ഹേസുവിനും ജിന്നിനും ഇടയിൽ വാക്കേറ്റമുണ്ടാകുന്നു. ഹേസു തെറ്റുകൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ, ഇതൊന്നും നിർത്തിയില്ലെങ്കിൽ ഇതിനെപ്പറ്റിയെല്ലാം പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുമെന്ന് ജിൻ ഭീഷണിപ്പെടുത്തുന്നു. ഹേസു ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം പ്രിൻസിപ്പലിന്റെ കണ്ണ് വെട്ടിച്ചായിരുന്നു. പ്രിൻസിപ്പൽ ഇവനെന്തോ നല്ല ചെറുക്കനാണെന്നാണ് കരുതുന്നത്. ജിന്നിന് തന്നെ പറ്റിയുള്ള എല്ലാം അറിയാം. ജിൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ എല്ലാ വിലയും ഇടിയുമെന്ന് മനസ്സിലാക്കുന്ന ഹേസു ജിന്നിനെ ഭീഷണിപ്പെടുത്തുന്നു. നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ നീ ആ പുറകെ നടക്കുന്ന പെണ്ണുണ്ടല്ലോ യങ്, അവളെ അങ്ങ് കൊന്നുകളയുമെന്ന്. അത് കേൾക്കുന്ന ജിന്നിന് കൺട്രോൾ പോകുന്നു. അവൻ ഹേസുവുമായി ഫൈറ്റ് ചെയ്യുന്നു. പിന്നീട് ജിന്നിനിട്ട് നല്ലൊരു പണി കൊടുക്കാനായി തീരുമാനിച്ച ഹേസു സീനിയറിനെ ജിന്നിന് എങ്ങനെ ഇഷ്ടമാണെന്ന കാര്യം പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുകയാണ്. കൂടാതെ ഒരു മരുന്ന് കൊടുത്തിട്ട് ഇത് അവൾ അറിയാതെ അവളുടെ ഡ്രിങ്ക്സിൽ കലക്കണം. അവൾ ഇത് കുടിച്ച് മയങ്ങുമ്പോൾ ഞാനും കങ്ങും വന്ന് അവളെ എടുത്തോണ്ട് പൊക്കോളാമെന്ന് ഹേസു സീനിയർ പെണ്ണിനോട് പറയുന്നു. തുടർന്ന് അതുപോലെ ചെയ്യാനായി യങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് സീനിയർ പെണ്ണ് സംസാരിക്കുന്നു. കൂട്ടത്തിൽ മയക്കുമരുന്ന് കലർത്തിയ ഡ്രിങ്ക് യങ് അറിയാതെ അവൾക്ക് കുടിക്കാനും കൊടുക്കുന്നു. എന്തായാലും അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയം ജിന്നിനോട് അവൾക്ക് പ്രണയമില്ല എന്ന് യങ് ഈ സീനിയറിനോട് തുറന്നു പറയുകയാണ്. ജിന്നിനോട് ഇവൾക്ക് പ്രണയമാണെന്ന് കരുതിയാണല്ലോ ഇവളോട് പകരം വീട്ടാനായി ഇപ്പോൾ സീനിയർ വന്നത്. അപ്പോൾ താൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. താൻ വലിയൊരു തെറ്റ് ഇപ്പോൾ ചെയ്തു പോയനെ. അത് എത്രയും പെട്ടെന്ന് തടയണമെന്ന ചിന്തയിൽ യങ് കുടിക്കുന്നതിന് മുന്നേ ആ മയക്കുമരുന്ന് മിക്സ് ചെയ്ത ഡ്രിങ്ക്സ് തട്ടിക്കളയുകയാണ് സീനിയർ. ഇതേ സമയം മയക്കുമരുന്ന് കുടിച്ച് മയങ്ങിയ യങ്ങിനെ കൊണ്ടുപോകാനായി അവിടേക്ക് ഹേസുവും കങ്ങുമെത്തി മറിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. സീനിയർ തങ്ങളുടെ പദ്ധതികളെല്ലാം കുളമാക്കി എന്ന് മനസ്സിലാക്കുന്ന ഹേസു ദേഷ്യത്തോടെ സീനിയറിനെ അടിക്കുകയും അവിടെ വന്ന് യങ്ങിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഈ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ക്ലാസ്സിലിരുന്ന് ആ 2 ക്ലാസ്മേറ്റ്സ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവര് ഹേസുവിന്റെ വലങ്കയാണ്. ഇവരെയാണ് യങ് അന്ന് അടിച്ചതും. അതുകൊണ്ട് തന്നെ യങ്ങിന് അപകടം സംഭവിക്കുന്നതിൽ ഇവർക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും ഇവരുടെ സംസാരം മറിഞ്ഞു നിന്ന ജോങ് കേൾക്കുന്നു. ജോങ് ഈ കാര്യം ജിന്നിനെ അറിയിക്കുന്നു. തുടർന്ന് അവര് ഹേസുവിന്റെ അടുത്തുള്ള യങ്ങിനെ രക്ഷിക്കാനായി പോകുമ്പോഴേക്കും കങ്ങും ഹേസുവിന്റെ മറ്റ് ശിങ്കിടികളും കൂടി ഇവരെ തടയാണ്. അവർ ഒരുപാട് പേരുണ്ട്, ഇവര് 2 പേരേ ഉള്ളൂ. ഫൈറ്റ് തുടങ്ങുന്നു. ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ആ ഫൈറ്റിൽ ഒരുവിധം യങ്ങിന്റെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത പല ട്രിക്കുകൾ ഉപയോഗിച്ച് അവരെല്ലാം അടിച്ച് നിലംപരിശാക്കുകയാണ് ജോങ്ങും ജിന്നും. ശേഷം ഇവര് 2 പേരും കൂടി യങ്ങിനെ രക്ഷിക്കാനായി പോകുന്നു. ഈ സമയം സ്റ്റുഡൻസ് യൂണിയൻ ലീഡറിനായുള്ള മുറിയിലെ കസാരയിൽ യങ്ങിനെ കെട്ടിയിട്ടിരിക്കുകയാണ് ഹേസു. അവൻ അവളെ ഉപദ്രവിക്കാനായി തുടങ്ങുന്ന സമയത്താണ് റൂമിലേക്ക് ജിന്നും
ജോങ്ങും കയറി വരുന്നത്. ജോങ്ങിന് നന്നായി ഫൈറ്റ് ചെയ്യാൻ അറിയില്ല എന്ന ധാരണയിൽ ആദ്യം ബോക്സറായ ജിന്നിനെ അടിച്ചൊതുക്കാനായി ഹേസു ശ്രമിക്കുന്നു. അവൻ അതിനായി യങ്ങിനെ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ജിന്നിനെ അടക്കിയ ശേഷം അവനെ അടിച്ചിടുന്നു. പിന്നീട് യങ്ങിനെ തന്റെ മുന്നിൽ വെച്ച് തന്നെ ഹേസു ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കുന്ന ജോങ് രണ്ടും കൽപ്പിച്ച് അവനുമായി ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ജോങ്ങിന്റെ കാര്യത്തിലേക്ക് ഹേസുവിന്റെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സമയം തന്റെ ശരീരത്തിലുണ്ടായിരുന്ന കെട്ടെല്ലാം പൊട്ടിച്ച് യങ് ഫ്രീ ആവുന്നു. അവളാണ് പിന്നീട് ഫൈറ്റ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഹേസു കണക്കിന് അവളുടെ കയ്യിൽ നിന്ന് അടിവാങ്ങുന്നു. അങ്ങനെ ഹേസുവിനെ അടിച്ച് നിലംപരിശാക്കിയ ശേഷം അടിയേറ്റ് കിടന്ന ജിന്നിനെയും ജോങ്ങിനെയും താങ്ങി അവൾ വെളിയിലേക്ക് പോകുന്നു. ഇനി ഒരിക്കലും ഈ സ്കൂളിൽ റൗഡിസം കാണിക്കാത്ത രീതിയിൽ ഹേസുവിനും കങ്ങിനും അവന്റെ മറ്റു ശിങ്കിടികൾക്കും കണക്കിന് അടി കിട്ടിയിരിക്കുന്നു. ഒരിക്കലും അവരിനി റൗഡിസം കാണിക്കാൻ തയ്യാറാവില്ല. കൂടാതെ പ്രിൻസിപ്പലിനും ഇവർ കാണിച്ചു കൂട്ടിയ തെറ്റുകളുടെ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ തക്ക ശിക്ഷ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ യങ്ങിന്റെ അച്ഛന്റെ കരാട്ട സ്കൂളിലേക്ക് യങ്ങിന്റെ സ്കൂളിൽ നിന്ന് തന്നെയുള്ള ഒരുപാട് പെൺകുട്ടികൾ അഡ്മിഷൻ എടുക്കാനായി വരുന്നു. അവർക്കും യങ്ങിനെ പോലെ ഒരു ആവശ്യഘട്ടം വന്നാൽ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനുള്ള അടിതടവുകൾ പഠിക്കണം. ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും കരാട്ടെ, സെൽഫ് ഡിഫൻസ് തുടങ്ങിയ ടെക്നിക്സ് ഇന്നത്തെ കാലത്ത് സർവൈവ് ചെയ്യാൻ വളരെ അത്യാവശ്യമാണെന്ന് എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അധികം കുട്ടികളൊന്നും ഇല്ലാതിരുന്ന യങ്ങിന്റെ അച്ഛന്റെ ക്ലാസ്സിലേക്ക് ഇപ്പോൾ കുട്ടികളുടെ കുത്തൊഴുക്കാണ്. തന്റെ അച്ഛന്റെ ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയം ആ അച്ഛന്റെ സ്റ്റുഡന്റായ അദ്ദേഹത്തിന്റെ സ്വന്തം മകളും കൂടാതെ നമ്മുടെ ജോങ്ങും വളരെ സന്തോഷത്തോടെ ഈ ക്ലാസ് നടക്കുന്നത് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഹൈ എന്ന ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നത്. ഇത് വളരെ സിമ്പിളായ ഒരു കരാട്ടെ ചിത്രമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിത്രത്തിൽ ജിന്നിന് യങ്ങിനോടുണ്ടായിരുന്ന പ്രണയത്തിന് എന്ത് സംഭവിച്ചു എന്ന കാര്യം പിന്നീട് എവിടെയും പരാമർശിച്ചിട്ടില്ല. അതിലും ഒരു ക്ലൈമാക്സ് കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസകരമായേനെ എന്ന ചിന്തയാണ് എനിക്ക് ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായത്.